നമ്മളിന്ന് വീണ്ടും ഗരുഡ ട്രക്സിലാണ്. അവിടുത്തെ കുറച്ച് വണ്ടികളാണ് ഇന്ന് പരിചയപ്പെടുത്തണേ. ഒരു സിംഗിൾ വണ്ടിന്റെ ലോറി ഭാരതിന്റെ ബോഡിയാണിത്. നേച്ചർ എടുക്കുന്നുണ്ട്. പിന്നെ 12 വീലുകളുണ്ട്, 16 വീലുണ്ട്. പിന്നെ അത് പുറത്താ കിടക്കണ 16 വീലൊക്കെ, അതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടുണ്ട്. 12ഉം 16ഒക്കെ. നേച്ചറിന്റെ 1, 2, 3, 4, 5 വണ്ടിയാണ്ടുണ്ട്. നേച്ചറിന്റെ സ്ലീപ്പർ ക്യാബിൻ 20 അടി. ടാറ്റയുടെ ഒരു സ്ലീപ്പർ ക്യാബിൻ വണ്ടി ഇവിടെ ഉണ്ട്. 24 അടി കണ്ടത്, 24 അടി വണ്ടി അത് അൾട്രാ. പിന്നെ കണ്ടെയ്നർ ഉണ്ട്. പിന്നെ ഒരു 10x4 ടാറ്റയുടെ അൾട്രാ. പിന്നെ ഒരു ഏച്ചറിന്റെ തന്നെ കണ്ടെയ്നർ. പിന്നെ ഇതും ഒരു ഏച്ചറാണ്. ഏച്ചറിന്റെ ഏത് സീരീസ് എന്ന് അറിയില്ല, പുതിയ വണ്ടിയാണിത്. ഇത് 2110 17 അടിയാണ്ട വണ്ടി, 17 അടി വണ്ടി. പിന്നെ പുറത്ത് കുറച്ച് വണ്ടികൾ കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇവിടെ സ്ഥലപരിമിതി കാരണം പുറത്താക്കി കിടക്കണം കുറച്ച് വലിയ വണ്ടികള്. 12 വീലും അതുപോലെയുള്ള വണ്ടികളൊക്കെ പുറത്ത് കിടക്കുന്നുണ്ട്. ഭാരത് ബെൻസിന്റെ ഒരു 16, 17 ഉണ്ട്. അതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോക്ക് കിടക്കാം. ഇന്നിപ്പോ നമ്മുടെ പുതിയ വീഡിയോ ഒന്നിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് 2025 രണ്ടാമത്തെ വീഡിയോ. അതില് ഇപ്പൊ പുതിയതെന്ന് പറഞ്ഞാൽ കുറെ പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട്. ഒന്നും പണിയാൻ പോയിട്ടില്ല, കാരണം വർക്ക്ഷോപ്പുകളിൽ കംപ്ലീറ്റ് വണ്ടികൾ പുതിയത് വന്ന് കിടന്നിട്ട് ഷോറൂമിൽ നിന്ന് പണിയാനായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോ മിനിഞ്ഞാന്ന് വന്ന വണ്ടിയാണ്, 2020 മോഡല് ലൈലൻഡ് സെക്കൻഡ് ഓണർ. 2020 മോഡൽ ലൈലൻഡ് സെക്കൻഡ് ഓണർ. ഇതൊക്കെ ഫുള്ള് പണിയണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഫ്രണ്ടേജ് വേണ്ട, ഈ ചെറിയ തുരുമ്പുകൾ കംപ്ലീറ്റ് പാച്ച് വർക്ക് ചെയ്യാനുണ്ട്. പിന്നെ ടയർ 6 എണ്ണം പുത്തന വണ്ടിയുടെ, 6 ടയറും പുത്തൻ ടയറും അടിച്ചിട്ട് തന്ന ടയറുകളൊക്കെ കാണിക്കും. ഹൈടെക് ബോഡി വണ്ടിയാ. ഇതിപ്പോ ഇൻഷുറൻസ് പുതിയത് എടുക്കണം, ടാക്സ് പുതിയത് 3-ാം മാസം വരെ അടയ്ക്കണം, ടെസ്റ്റ് പുതിയത് നടത്തണം, പുതിയ CF നടത്തണം. അപ്പൊ ഫുള്ള് പാച്ച് വർക്ക് തീർത്ത് ഫുള്ള് പുതിയ ഇൻഷുറൻസ് എടുത്ത് ടാക്സ് അടച്ച് ടെസ്റ്റ് നടത്തി പുതിയ വണ്ടിമാതിരി നമ്മൾ ഇറക്കി കൊടുക്കും. പുത്തൻ വണ്ടിമാതിരി 2020 മോഡല് വണ്ടി. ഇത് നമുക്ക് 18,50,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 18,50,000 രൂപ. 20 ലക്ഷം 20.5 ലക്ഷം ഒക്കെ മാർക്കറ്റിൽ ആൾക്കാർ വിറ്റേരുന്ന വണ്ടിയാ. നമുക്ക് എല്ലാ പേപ്പർ വർക്കും പുതിയത് എടുത്തിട്ട് 18,50,000 രൂപയ്ക്ക് കൊടുക്കാം. 6 ടയറും പുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% 100% കട്ടുള്ള ടയറുകളാട്ടാ. അല്ലാണ്ട് പുതിയ ടയർ എന്ന് പറഞ്ഞിട്ട് 30% കട്ടുള്ള ടയറല്ല, 100% കട്ടുള്ള ടയറുകളാ 6 എണ്ണം. പിന്നെ പേപ്പർ ഭാഗം പുതിയത് എടുത്ത് കൊടുക്കാം. നമുക്ക് എല്ലാ പരിപാടികളും, അതായത് ഇൻഷുറൻസ്, ടാക്സ്, ടെസ്റ്റ് എല്ലാതും പുതിയത് എടുത്ത് നമുക്ക് 18,50,000 രൂപ കൊടുക്കാം. ലോൺ വേണ്ട പാർട്ടിക്കാന്ന് വെച്ചാൽ 18,50,000 ലോൺ കയറും വണ്ടിമ്മ. പിന്നെ ഇത് 2018 മോഡൽ ഐഷർ 5016 12 ടൺ പാസിംഗ് ഉള്ള വണ്ടിയാ. ഇതേമാരത്തെ 3 വണ്ടി ഉണ്ട് നമ്മുടെ കയ്യില്. ഒരേ രജിസ്ട്രേഷനിൽ നിൽക്കുന്നുണ്ട്. 1153, 1133, 1126 അങ്ങനെ 3 വണ്ടി ഉണ്ട് നമ്മുടെ കയ്യില്. ഒരേ ദിവസം ഡെലിവറി എടുത്ത വണ്ടികളാ 5016 3 എല്ലാ വണ്ടിമ്മലും 4 ടയർ വെച്ച് വണ്ടിമ്മ പുതിയതുണ്ട്. 2 ടയർ റിസോളിങ്. ഇൻഷുറൻസ് വരുന്നത് 5-ാം മാസം. CF വരുന്നത് 2026 5-ാം മാസമാണ് CF വരുന്നത്. ടാക്സ് 3-ാം മാസം വരെ നമുക്ക് അടച്ചു കൊടുക്കാം. എല്ലാം നല്ല വണ്ടികളാ. ഇതാവുമ്പോ നമുക്ക് 12,50,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. ഇത് 2019 മോഡല് BS4 ടാറ്റയുടെ 10-10 എന്ന് പറഞ്ഞ സെഗ്മെന്റിൽ വരുന്ന വണ്ടിയാ. ഇത് 8.4-16 ടയർ സൈസിൽ വരുന്ന വണ്ടി, 17 അടി നീട്ടം, ഹൈടെക് ബോഡി, പ്ലാറ്റ്ഫോം സീറ്റ് അടിച്ചിട്ട് നല്ല വണ്ടി, ക്വാളിറ്റി വണ്ടിയാ. ഇത് സിംഗിൾ ഓണറിൽ നിൽക്കുന്ന വണ്ടി. ഇതാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 9,50,000 രൂപ. ഇനി പാർട്ടി നേരിട്ട് വരാൻ ചെന്നൈയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അപ്പുറത്ത് എടുക്കുന്ന വണ്ടി 2023 മോഡൽ ഐഷർ 2110 9.5 ടൺ പാസിംഗ് വരുന്ന വണ്ടി. 60,000 കിലോമീറ്റർ ഉള്ള വണ്ടി ഓടിക്കുന്നത്. ഇത് നമുക്ക്
ഇൻഷുറൻസ് പുതിയത്, ടെസ്റ്റ് പുതിയത്, എല്ലാം പുതിയതാണ് വണ്ടിക്ക് വരുന്നത്. 50,000 കിലോമീറ്റർ ഫുൾ വാറന്റിയും ഗ്യാരണ്ടിയും ഒക്കെ ഉള്ള വണ്ടിന് 17 അടി നീട്ടുള്ള വണ്ടി. ഇതാവുമ്പോ നമുക്ക് 16,50,000 രൂപയ്ക്ക് കൊടുക്കാം. ഇനി അപ്പുറത്തെ സെഗ്മെന്റിൽ കുറെ വണ്ടി എടുക്കുന്നു. ഈ വണ്ടി ഒന്നും എടുത്തോന്നെ. ഇത് 2016 മോഡല് നിസാന്റെ 14 അടി നീട്ടുള്ള കണ്ടെയ്നറാ. 2016 മോഡല് 14 അടി നീട്ടുള്ള കണ്ടെയ്നർ. അതിന് ടെസ്റ്റ് ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് വരുന്നുണ്ട്. അത് ഇൻഷുറൻസ് നമുക്ക് പുതിയത് എടുത്തു കൊടുക്കാം. നല്ല വണ്ടി. അത് നമുക്കൊരു 8,15 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. സിംഗിൾ ഓണർ വണ്ടി. പിന്നെ അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2016 മോഡല് സാമ്രാട്ട് മസ്ത 6 വീല് 19 അടി നീട്ടം ഹൈടെക് ബോഡി. ഇതൊക്കെ വണ്ടി വളരെ റയർ വണ്ടികളാ. 19 അടി നീട്ടം ഹൈടെക് ബോഡി സിംഗിൾ ഓണർ വണ്ടി. ഇതാവുമ്പോ നമുക്ക് 8,50,000 രൂപയ്ക്ക് കൊടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ ഞാൻ 50-16 പറഞ്ഞ വണ്ടിയിലത്തെ ബാക്കി 2 വണ്ടിയിലേക്ക് എടുക്കണ 11-33, 11-26 സെയിം. അതായത് 5-ാം മാസം തന്നെ പേപ്പർ വരുന്നു. 12 ടൺ പാസിങ്, 4 ടയർ വെച്ച് പുതിയതുണ്ട്. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടികളാ. 3 എണ്ണം ഒരുമിച്ച് എടുത്ത വണ്ടിയാ. പിന്നെ ഇതൊന്നും ഇനി എടുത്തപ്പോ പറയാനുള്ള വണ്ടി ഇത് 30-14. ഇത് 2020 മോഡൽ വണ്ടിയാ. 2020 മോഡല് സെക്കൻഡ് ഓണർ വണ്ടി. ഇതിലെ പ്രത്യേകത എന്താ വെച്ചാൽ 2020 BS4 വണ്ടി, ഹാർഡ് ബ്ലൂ ഇല്ലാത്ത വണ്ടിയാ. 9.5 ടൺ പാസിംഗ് ഉണ്ട്, 19 അടി നീട്ടുണ്ട്, 8 അടി വീതി ഉണ്ട് വണ്ടിക്ക്. അപ്പൊ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാ. BS4 നിൽക്കുന്ന വണ്ടി, ഹാർഡ് ബ്ലൂ ഇല്ലാത്ത വണ്ടിയാ. ഇതാന്ന് വിചാരിച്ചാൽ നമുക്ക് 14,50,000 രൂപയ്ക്ക് കൊടുക്കാം. 2020 മോഡൽ വണ്ടി. പിന്നെ കിട്ടുവാ ഇത് 2021 മോഡല് അൾട്രാ T60 24 അടി നീട്ടുള്ള വണ്ടിയാ. 24 അടി നീട്ടം. ഇതിന് ഇൻഷുറൻസ് നിലവിൽ കഴിഞ്ഞെടുത്ത ഇൻഷുറൻസ് നമുക്ക് പുതിയത് എടുത്തു കൊടുക്കാം. പിന്നെ ടെസ്റ്റ് ഓഗസ്റ്റിലെ കണ്ടാ വരണേ. ഓഗസ്റ്റിലെ ടെസ്റ്റ് വരണേ. വണ്ടി 1,21,000 കിലോമീറ്റർ കമ്പനി സർവീസ്, സിംഗിൾ ഓണർ വണ്ടി, 24 ഫീറ്റ്. ഇതിപ്പോ എന്താ കഴിഞ്ഞാലേ മാർക്കറ്റില് ഏറ്റവും കൂടുതൽ 24 അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80% ചേസ് നീളം കൂട്ടിയ വണ്ടികളാ. ഇത് ഒറിജിനൽ നമ്മൾ പാർട്ടി ബുക്ക് ചെയ്ത് എടുത്തേക്കണ വണ്ടിയാ. ഒറിജിനൽ കമ്പനി ചേസ് തന്നെയാ 24 ഫീറ്റ്. അതിന് ഈ നീളം കൂടിയ വണ്ടിക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോ. ഇത് 24 ഫീറ്റ് T16 2021 വണ്ടി 16,50,000 രൂപ. ഇത് അൾട്രയുടെ 10-14 പറഞ്ഞ സെഗ്മെന്റ് 2017 മോഡല് 19 അടി നീട്ടം, പേപ്പർ ഭാഗങ്ങളൊക്കെ പുതിയത്, പ്ലാറ്റ്ഫോം ഷീറ്റ് അടിച്ചിട്ടുണ്ട്, ചെറിയ ടയർ വരുന്ന വണ്ടി. ഇതാവുമ്പോ നമുക്ക് 9,400 കൊടുക്കാം. പിന്നെ ഇത് 2021 മോഡല് 22 രജിസ്ട്രേഷൻ, 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കണ്, 24 അടി കണ്ടെയ്നർ, 24 ഫീറ്റ് കണ്ടെയ്നറാ. ഇത് സിംഗിൾ ഓണറിൽ. പിന്നെ ഇൻഷുറൻസ്, ടാക്സ്, ടെസ്റ്റ് എല്ലാം അത് നമുക്ക് പുതിയത് എടുത്തു കൊടുക്കാം. ഇതാവുമ്പോ നമുക്ക് 16,75,000 രൂപയ്ക്ക് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ വന്ന് എടുക്കുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാലേ കൂടുതലായിട്ട് കുറച്ച് പുറത്ത് വണ്ടികൾ എടുക്കുന്നുണ്ട്. പക്ഷെ നടക്കാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് കോൾഡ്, ജലദോഷവും മരുന്ന് തീരെ വയ്യാത്ത കാരണം കൊണ്ട് പുറത്തധികം നടക്കാൻ പറ്റില്ല. അപ്പോ ഇനി നമ്മുടെ കയ്യിൽ വന്ന് എടുക്കുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ 2022 മോഡലിൽ ഐലൻഡ് വന്ന് എടുക്കുന്നുണ്ട്. മിഞ്ഞാന്ന് വന്നിട്ടുള്ളൂ. 2022 മോഡലിൽ ഐലൻഡ് 12 വീല് വണ്ടി, സിംഗിൾ ഓണർ, 1,80,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. കമ്പനി ഫുള്ള് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. അതായത് വണ്ടി ഇപ്പൊ കമ്പനിയിൽ നിന്ന് കയറി ഇറങ്ങിയിട്ട് 3,000 കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ടാവുള്ളൂ. 5 ടയർ വണ്ടിയുമ്പോ പുതിയതുണ്ട്. CF അതായത് ബ്രേക്ക് വണ്ടിയുടെ ടെസ്റ്റ് ഇനി 16 മാസത്തേക്ക് ഇനി വണ്ടിക്ക് പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് ഈ വരുന്ന മാർച്ചിലാണ് ഇൻഷുറൻസ് വരുന്നത്. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കാം, അല്ലെങ്കിൽ അതിന്റെ പൈസ കുറച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നല്ല ക്വാളിറ്റി വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി. 2022 മോഡൽ ഐലൻഡ് 26 അടി നീട്ടുള്ള വണ്ടി, ഫുള്ള് ഇരുമ്പ് ബോഡി, നാമക്കല്ല് ബോഡി വണ്ടി. വണ്ടി ഇപ്പൊ നിലവിൽ സർവീസ് സ്റ്റേഷനിലാണ് കിടക്കണേ. ഇനി അവിടെ നിന്ന് വണ്ടിയുടെ ഫോട്ടോ എടുക്കണം, അതിന്റെ ഒപ്പം പറ്റുമെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ആവശ്യക്കാരന് എന്റെ നമ്പർ അടിയിൽ കൊടുക്കണം, വിളിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസ് അയച്ചുതരാം. നല്ല ക്വാളിറ്റി വണ്ടിയാ. അത് നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് ഒരു ഇൻഷുറൻസ് പുതിയത് എടുത്തിട്ട് നമുക്ക് 32.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 32,50,000 രൂപയ്ക്ക് 2022 മോഡൽ വണ്ടി ഇൻഷുറൻസ് നമുക്ക് പുതിയത് എടുത്തിട്ട് 32,50,000 രൂപ. ഇനി അതുമൊന്ന് കുറച്ച് ചോദിക്കരുത്, കാരണം അത് ഏറ്റവും ഒരു
ലാസ്റ്റ് വിലയിൽ നമ്മൾ പറഞ്ഞ 32,50,000 രൂപയ്ക്ക് ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കുക. അപ്പൊ ഇൻഷുറൻസ് പുതിയതായി 16 മാസത്തേക്ക് ടെസ്റ്റ് ഉണ്ട്. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി, ഫുള്ള് കമ്പനി സർവീസ്, സിംഗിൾ ഓണർ, നല്ല ക്വാളിറ്റി വണ്ടി, നല്ല വണ്ടി, പായ കയറൊക്കെ ഉണ്ട് വണ്ടി, അതൊന്നും ചെയ്യാനില്ല. പിന്നെ 16 വീല് വണ്ടി എടുക്കുന്നുണ്ട്, 2019 മോഡൽ. അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. BS4 വണ്ടി, ആഡ്ബ്ലൂ ഇല്ലാത്ത വണ്ടി, 16 വീല്, 10 ടയർ പുതിയതായിട്ടുള്ള വണ്ടി. ആ വണ്ടികൾക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിൽ വണ്ടിക്ക് ഇൻഷുറൻസും ടെസ്റ്റും വരുന്നുണ്ട്. അതിന് വേണ്ടി വണ്ടി പെയിന്റിങ്ങിന് കയറ്റിക്കുക. വണ്ടി ഇൻഷുറൻസ് പുതിയത്, ടാക്സ് പുതിയത്, ടെസ്റ്റ് പുതിയത്, 10 ടയർ പുതിയത്, എല്ലാ ഭാഗവും പുതിയതാക്കി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വണ്ടി നമുക്ക് ആ വണ്ടി 29.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 29,50,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ 34 അടി 10 വീല് കണ്ടെയ്നർ ഉണ്ട്, ലൈലൻഡ്. അത് 2016 മോഡലാ. അത് ഈ പാർസൽ ഓടുന്നവർക്കും ഓടിക്കാം. അതേമാതിരി തന്നെ ഈ മാട് കച്ചവടക്കാര്, ആ മാട് കച്ചവടക്കാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. 34 അടി കണ്ടെയ്നർ 10 വീല് വണ്ടി, കർണാടക രജിസ്ട്രേഷൻ വണ്ടി. അതാകുമ്പോൾ നമുക്ക് ടാക്സ് കുറയും. അത് നമുക്ക് ഫൈനാൻസ് വേണമെങ്കിൽ ഫൈനാൻസ് ഇട്ട് കൊടുക്കാം, പാർട്ടിയുടെ പേരിലേക്ക് നമുക്ക് മാറി കൊടുക്കാം. കർണാടക രജിസ്ട്രേഷൻ ആയാലും നമുക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കാം. ആ വണ്ടി നമുക്ക് 16,50,000 രൂപയ്ക്ക് കൊടുക്കാം. 16,50,000 രൂപയ്ക്ക് ഫുൾ പേപ്പർ എടുത്തിട്ട്. പിന്നെ നമ്മുടെ വന്നു കിടക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാല് ടാറ്റയുടെ 16 വണ്ടി, 2023 വണ്ടി, 24 രജിസ്ട്രേഷൻ, ജനുവരി വണ്ടി വന്നെടുക്കുന്നുണ്ട്. 45,000 കിലോമീറ്റർ വണ്ടി, ആകെ 50 താഴെ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി, ക്വാളിറ്റി വണ്ടിയാ. അത് ഇപ്പോ ടയർ, ആ വണ്ടി ഉണ്ടായിരുന്ന ടയർ 50,000 കിലോമീറ്ററിൽ ഓടിയിട്ട് ആകെ എനിക്ക് തോന്നുന്നു പാർട്ടി 50,000 കിലോമീറ്റർ ഓടിയ കേസ് ടയറിനാകുമ്പോ വരേണ്ടത്. പാർട്ടി എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ ആകെ 2 ടയർ ആ കേസ് ടയർ കിടന്നിരുന്നുള്ളൂ. ബാക്കിൽ 4 ടയറും വേറെ വേറെ ടയറുകളാണ് കിടന്നിരുന്നത്. അപ്പോ ഈ വേറെ വേറെ ടയറുകൾ കിടന്നിരുന്ന സമയത്ത് നമ്മളൊരു പുതിയ വണ്ടി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് കൊടുക്കുമ്പോ ആ പറയുന്നതിൽ വലിയ കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ 6 ടയർ ഊരി മാറ്റി അതുമലിക്ക് മിഞ്ഞാന്ന് പുതിയ ടയറുകൾ, ഇതൊന്ന് ജാക്കേടാണോ അപ്പോളോന്റെയാണോ അറിയില്ല, പുതിയ ടയർ 6 ടയറും പുത്തൻ ടയർ മേടിച്ചിട്ടുണ്ട് ആ വണ്ടി മേലേക്ക്. ഇൻഷുറൻസ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് പുതിയത് എടുത്തരും. ടെസ്റ്റ് വണ്ടിക്ക് ഉണ്ട് ഓൾറെഡി, കാരണം 23-24 ശേഷം വണ്ടിയല്ലേ, പുതിയ വണ്ടി. ആ വണ്ടി നമുക്ക് 17.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഫുള്ള് ചെയ്തിട്ട്. 17.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ആ വണ്ടി തരാം. 2023-24 ശേഷം വണ്ടി, 6 പുത്തൻ ടയർ പുതിയത് മേടിച്ചിട്ടുണ്ട്, ഇൻഷുറൻസ് പുതിയത് എടുത്ത്, അതായത് ബ്രാൻഡ് ന്യൂ വണ്ടി, ഉള്ളിലത്തെ പ്ലാസ്റ്റിക് കവർ വരെ പൊട്ടിച്ചുള്ള അത്രയും നല്ല ക്വാളിറ്റി വണ്ടി 17.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് തരാൻ വേണ്ടി അത്. അപ്പോ പിന്നെ എനിക്കിതില് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എല്ലാരും വീഡിയോസ് എല്ലാരും കാണുക. പിന്നെ വീഡിയോസ് കണ്ടതിന് ശേഷം എല്ലാരും പരമാവധി ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേമാതിരി തന്നെ പരമാവധി ഷെയർ ചെയ്യുക. നല്ല ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടുത്തേ. പിന്നെ ഇതിൽ ആവശ്യമുള്ളവർ മാത്രം മേടിക്കുക, അല്ലാത്തൊരു കമന്റ് വെറുതെ അതിന്റെ അടിയിൽ ഇട്ടിട്ട്. ഒരു കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ആന്റണി എന്നോട് ചോദിച്ചിട്ടുണ്ടായി, ആ 16 വീല് കാണിക്കുമ്പോ ചേട്ടാ വല്ല ഓഫർ ചെയ്യാൻ പറ്റുമെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വണ്ടി മേടിച്ച വില എന്ന് പറഞ്ഞാൽ നമുക്ക് വായ തോന്നിയ വിലയൊന്നും പറയാൻ പറ്റില്ല. കാരണം മാർക്കറ്റിൽ ഞാൻ മാത്രമല്ലല്ലോ ഈ കച്ചവടക്കാരനായിട്ടുള്ളത്, കുറെ കച്ചവടക്കാരില്ലേ. അപ്പൊ എനിക്ക് ഈ വണ്ടിക്ക് ഒരു വില പറയണതിന് എനിക്കൊരു പരിധിയില്ലേ. അപ്പൊ ഞാൻ വണ്ടി മേടിച്ച വിലയും അതുമ്പോ ചെലവാക്കിയ കാശും അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ്, അതിന് ഞാൻ അതുമ്പോ എനിക്ക് ഈ ഓഫറൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ലാഭത്തിൽ നിന്നല്ല കുറയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു കൊടുക്കാന്ന്. അപ്പൊ അതിന്റെ ഇടയിൽ ആരോ കമന്റ് ഇട്ടു, നിന്റെ അച്ഛൻ വന്ന് മേടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടു. എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മള് അച്ഛൻ മേടിക്കുക അമ്മ മേടിക്കുക എന്തായിക്കോട്ടെ, ഞാനത് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ചല്ലോ. അതായത് ഒരു വണ്ടി മേടിക്കുമ്പോ, സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കുമ്പോ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു കൊടുക്കാം എന്ന് പറയാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടല്ലോ. അപ്പൊ അത് നല്ല പോസിറ്റീവായിട്ട് എല്ലാവരും കാണുക. അല്ലാണ്ട് എല്ലാത്തിനും നെഗറ്റീവ് കാണുന്നവരെ പിന്നെ നമുക്കൊന്നും പറയാനില്ല. കാരണം എല്ലാത്തിനും നെഗറ്റീവ് വിമർശിക്കുന്നവരോട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എല്ലാ കാര്യങ്ങളും. നമുക്ക് എന്തായാലും ഒരു കാര്യം, സത്യസന്ധമായ കാര്യം, നമുക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്, അതില് യാതൊരു സംശയവും ഇല്ല. നമുക്കൊരു വണ്ടി വാങ്ങി അതിന്റെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആക്കി വണ്ടി വിൽക്കുമ്പോൾ എനിക്ക് എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് ലാഭം കിട്ടണം. ആ ലാഭത്തിൽ നിന്ന് ഒരു ഭാഗമാണ് ഞാൻ ഈ ഡീസൽ അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ EMI ആയിട്ട് അടച്ചു കൊടുക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞതിന്റെ കാര്യങ്ങൾ. അപ്പൊ അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് എടുക്കുക, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മാതിരി ചെയ്യുക. പിന്നെ വണ്ടികൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും നമ്മളെ വിളിക്കുക, നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഹെൽപ്പുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. എല്ലാവരും സഹകരിക്കുക, നല്ല രീതിയിൽ പോട്ടെ. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ.